കുറച്ചുകൂടി ലിറ്ററേച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഓതേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക ആൻഡ് അവരുടെ റൈറ്റിംഗ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മൾ നേരത്തെ 26 ക്വസ്റ്റ്യൻസ് വരെയാണ് ഡിസ്കസ് ചെയ്തത് മുന്നത്തെ സെഷനിൽ. ഇന്ന് അടുത്ത സെഷനിൽ നമ്മൾ 27th ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഹൂ റോട്ട് ദ ഫ്രേസ് വേർഡ്സ്വർത്തിയൻ ഓർ ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം? ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം എന്ന് പറയുന്ന ഫ്രേസ് ആരാണ് എഴുതിയത്? അത് ജോൺ കീറ്റ്സിന്റെ ഒരു ഒരു ഫ്രേസ് ആണ്. ജോൺ കീറ്റ്സ് മുന്നോട്ട് വെച്ചൊരു ഫ്രേസ് ആണ്. എന്താണ്? വേർഡ്സ്വർത്തിയൻ ഓർ ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം. ഓക്കെ, വേർഡ്സ്വർത്തിയൻ ഓർ ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം. ജോൺ കീറ്റ്സ്, W.B. Yeats, പെർസി ബി ഷെല്ലി, W.H. Auden. ഇതിൽ ആൻസർ ജോൺ കീറ്റ്സ് ആണ്. ഈ ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം എന്ന് പറയുമ്പം നമ്മുടെ റൈറ്റർ റൈറ്ററിന്റെ ഈഗോന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ് ആണ് വേർഡ്സ്വർത്ത് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് വേർഡ്സ്വർത്തിയൻ ഓർ ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദി ഓഡ് വൺ ഔട്ട്. വില്യം ഹാസ്ലിറ്റ്, റിച്ചർഡ് സ്റ്റീൽ, ചാൾസ് ലാംബ്, തോമസ് ഡി ക്വിൻസി. വില്യം ഹാസ്ലിറ്റ്, റിച്ചർഡ് സ്റ്റീൽ, ചാൾസ് ലാംബ്, തോമസ് ഡി ക്വിൻസി. അപ്പോൾ ഈ വില്യം ഹാസ്ലിറ്റ്, ചാൾസ് ലാംബ്, തോമസ് ഡി ക്വിൻസി എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടുള്ള, അതായത് കുറച്ച് ലേറ്റർ ഫേസിൽ വരുന്നതാണ്. റിച്ചർഡ് സ്റ്റീൽ അതിന് മുന്നേ വരുന്നതാണ്. ഒരു ടാറ്റ്ലർ എന്നൊക്കെ പറയുന്ന പീരിയോഡിക്കൽസ് വരുന്ന ടൈമിൽ വരുന്നതാണ്. പക്ഷേ വില്യം ഹാസ്ലിറ്റ്, ചാൾസ് ലാംബ് ഒക്കെ പിന്നീടുള്ള ഒരു വിക്ടോറിയൻ ഏജിന്റെ ആ ഒരു തുടക്കത്തിലും ഒക്കെ വരുന്ന ആൾക്കാരാണ്. സോ ഏജ് ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. റിച്ചർഡ് സ്റ്റീലാണ് ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത്. ഓക്കെ, then question number 29, who wrote Agnes Grey? Agnes Grey വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കൊന്നുമല്ല, എന്നാലും ഈ ഒരു കാരണത്താൽ ഇതൊരു കുറച്ച് ഫേമസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ ഒരാളാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ ഫേമസ് വർക്ക്സ് ആണ് വുദറിംഗ് ഹൈറ്റ്സും ജെയിൻ ഐറും പോലുള്ള വർക്ക്സ്. എമിലി ബ്രോണ്ടയും ഷാർലറ്റ് ബ്രോണ്ടയും ഒക്കെ എഴുതിയത്. അപ്പൊ അതിന്റെ കൂടെയുള്ള മൂന്നാമത്തെ സിസ്റ്റർ ആണ് ആൻ ബ്രോണ്ടെ. ആൻ ബ്രോണ്ടെ എഴുതിയ വർക്കാണ് ആഗ്നസ് ഗ്രേ. സോ അങ്ങനെ അത് ഫേമസ് ആണ്. ഓക്കെ, സോ ആൻ ബ്രോണ്ടെ ഈസ് ദ റൈറ്റ് ആൻസർ. Then question number 30, arrange the following works in the chronological order. ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു എറർ ഉണ്ട്. അതായത് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, കോളറിഡ്ജ് ഓൺ ഇമാജിനേഷൻ, സ്പെക്കുലേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ഇത് ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് നോക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 31, arrange these events chronologically. Ulysses is serialized in the Little Review. Joyce and Nora went into self-imposed exile, moving to Zurich. Portrait of the artist as a young man appears in the Egoist magazine. James Joyce manages the Volta Cinematograph, Ireland's first cinema. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആൻസർ വരുന്നത് BDCA ആണ് കേട്ടോ. ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവമാണ്. സോ ഈ സീരീസ് ഓഫ് ഇവന്റ്സ് അറിഞ്ഞുകൂടെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു ഡിഫിക്കൾട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇടാം. കാരണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം എന്നില്ല. എന്നാലും ജസ്റ്റ് ഗസ് വർക്കിലൂടെ നമുക്ക് ചെയ്യാവുന്ന എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, next question, choose the most appropriate reason for the following statement. Virginia Woolf wrote that there would be female Shakespeare in the future provided women found a room of one's own. Reason endana? Woolf believed that Shakespeare and other male dramatists use patriarchal language in their place. Woolf was one of the options that we need more and more female dramatists as the art form lacks strong female characters. Woolf argues that a woman writer has to struggle against societal oppression around gender. Woolf argues that woman who wants to write must find a wealthy husband earning £500 a year. Okay, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വൂൾഫ് ഒരു ഫീമെയിൽ ഷേക്സ്പിയർ ഉണ്ടാവും പ്രൊവൈഡഡ് അവർക്ക് സ്വന്തമായിട്ടൊരു റൂം ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം വുമണിന് കുറെ അല്ലെങ്കിൽ വിമന് കുറെ അധികം സ്ട്രഗിൾസും ഒപ്രഷനും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. സോ വൂൾഫ് ആർഗ്യൂസ് ദാറ്റ് എ വുമൺ റൈറ്റർ ഹാസ് ടു സ്ട്രഗിൾ അഗെയിൻസ്റ്റ് സൊസൈറ്റൽ ഒപ്രഷൻ അറൌണ്ട് ജെൻഡർ. ഓക്കെ, then question number 33,
Whoever wishes to attain an English style familiar but not coarse and elegant but not ostentatious must give his days and nights to the volumes of Addison. ഓക്കെ, ജോസഫ് ആഡിസനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതാരാണ് കോട്ട് ചെയ്തത്? റിച്ചർഡ് സ്റ്റീൽ, ഒലിവർ ഗോൾഡ്സ്മിത്ത്, സാമുവൽ ജോൺസൺ, വില്യം കൗപ്പർ. വേറെ ആരുമല്ല, സാമുവൽ ജോൺസൺ ആണ് ഇത് കോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, next question. The speech on conciliation with America was delivered by. On conciliation with America എന്ന് പറഞ്ഞ സ്പീച്ച് ആരാണ് ഡെലിവർ ചെയ്തത്? സാമുവൽ ജോൺസൺ, വില്യം കൗപ്പർ, എഡ്മണ്ട് ബർക്ക്, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. എഡ്മണ്ട് ബർക്ക് ആണ് ഇത് ഡെലിവർ ചെയ്തത്. ഓൺ കൺസൈലേഷൻ വിത്ത് അമേരിക്ക. Match list 1 with list 2. ബുക്സിന്റെ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഓതർ ഓർ എഡിറ്റർ. The book named The Governor, Art of Rhetoric, The Schoolmaster, The Heart of Sedition. ബുക്ക് നെയിംഡ് ഗവർണർ എഴുതിയത് തോമസ് ഇലിയറ്റ് ആണ്. Then Art of Rhetoric എഴുതിയത് സർ തോമസ് വിൽസൺ ആണ്. Schoolmaster is by Roger Ascham. Heart of Sedition is by Sir John Check. Okay, so option 1 is the right answer. Next question. Which of the following poets is associated with movement poetry? Movement poetry 1950s ൽ ഉണ്ടായിരുന്ന സ്റ്റാർക്ക് റിയലിസം അഡ്വക്കേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആണ്. ആൻ സെക്സ്റ്റൺ, ഫിലിപ്പ് ലാർക്കിൻ, ജോൺ ബെറിമൻ, ടെഡ് ഹ്യൂസ്. ഫിലിപ്പ് ലാർക്കിൻ ആണ് മൂവ്മെന്റ് പോയട്രിയിൽ ഒരാൾ. ആൻ സെക്സ്റ്റൺ കൺഫെഷണൽ പോയട്രി ആണ്. ജോൺ ബെറിമനും കൺഫെഷണൽ പോയട്രി ആണ്. ടെഡ് ഹ്യൂസ് ഇസ് എ മോഡേൺ പോയറ്റ്. ഓക്കെ, then question number 37. Premchand's novel Rangbhoomi is a major critic of caste in relation to dash: nationalism, industrialization, communalism, labor laws. ഇതും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രംഗഭൂമിയെ പറ്റിയിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് ആൻസർ ഇസ് ഇൻഡസ്ട്രിയലൈസേഷൻ. Question number 38. Identify the critic who used the term bourgeois epic for novels. Bourgeois epic ആരുടെ ടേം ആണ്? മാത്യു ആർണോൾഡ്, ബ്രയൻ വിൽക്കി, ഗിയോർഗ് ലൂക്കാച്ച്, none of the above. ഇത് ഗിയോർഗ് ലൂക്കാച്ചിന്റെ ഒരു ടേം ആണ്. ഗിയോർഗ് ലൂക്കാച്ച് ഇസ് എ മാർക്സിസ്റ്റ് ക്രിറ്റിക്. ആൻഡ് ഈ എന്താ പറയുന്നത്, ഈ ബൂർഷ്വ എപ്പിക് എന്ന് പറയുന്നത് ബേസിക്കലി പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഓഫ് ക്യാപിറ്റലിസത്തിനെ ബേസ് ചെയ്ത് എഴുതുന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ബൂർഷ്വ എപ്പിക് എന്നുള്ള ടേം നോവൽസിന് ഇദ്ദേഹം ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, then 39. Which of these statements is or are true about the Bloomsbury group? It was a group of associated English writers, intellectuals, philosophers and artists in the first half of the 21st century. A historical feature of these friends and relations is that their close friendships all predated their fame as writers, artists and thinkers. The lives and works of the group members reflect in large part the influence of G.E. Moore. This group contained a loose collective of friends and relatives who were closely associated with the University of Cambridge for the women and King's College London for the men. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആൻഡ് സി ഓൺലി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആൻഡ് സി ഓൺലി. അതായത് ബ്ലൂംസ്ബെറി ഗ്രൂപ്പ് ഹിസ്റ്റോറിക്കൽ ഫീച്ചർ, അവരുടെ ഹിസ്റ്റോറിക്കൽ ഫീച്ചർ ഓഫ് ദീസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ദർ ആർ ഓൾ പ്രീഡേറ്റഡ് ദർ ഫേമസ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് തിങ്കേഴ്സ്. പിന്നെ അവർ G.E. മൂറിന്റെ ഇൻഫ്ലുവൻസിൽ വന്ന ആൾക്കാരാണ്. ഓക്കെ, which among Shakespeare's history plays are commonly believed to make up the Henriade? Henriade plays ഏതൊക്കെയാണ്? Shakespeare is again an important section. Please don't miss it. Answer is option 3. Richard II, Henry IV Part 1, Henry IV Part 2, Henry V. മേജർ ടെട്രാലജി, മൈനർ ടെട്രാലജി, പിന്നെ 2 പ്ലേസ് എന്നുള്ള രീതിയിൽ 10 ഹിസ്റ്ററി പ്ലേസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡിവിഷനാണ് ഈ ഹെൻറിയാഡ് എന്ന് പറയുന്നത്, വേറൊരു ഡിവിഷനാണ് ഈ ഹെൻറിയാഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റിച്ചർഡ് II, ഹെൻറി IV Part 1, ഹെൻറി IV Part 2 ആൻഡ് ഹെൻറി V. ഓക്കെ, ദെൻ ഫിലോസഫറും അവരുടെ സെമിനൽ വർക്ക്സുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലോ, മാർക്കസ് ഒറേലിയസ്, കാലിമാക്കസ്, സിസേറോ.
Pinex Academica, Every Good Man is Free, Meditation. ഇതൊരു ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ലെവലിൽ നിന്നായിരിക്കാം, കാരണം ഇത് ഏൻഷ്യൻറ്റ് ലിറ്ററേച്ചറിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. നമുക്ക് നോക്കാം. ഫിലോ എഴുതിയത് എവ്രി ഗുഡ് മാൻ ഇസ് ഫ്രീ, സിസേറോ എഴുതിയത് മാർക്കസ് ഒറേലിയസ് എഴുതിയത് മെഡിറ്റേഷൻ, കാലിമാക്കസ് എഴുതിയത് പിനാക്കസ്, സിസേറോ എഴുതിയത് അക്കാഡമിക്ക. Okay, so that is the right answer. Then which of the following statements are not true about absurd drama? Not true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It has realistic settings, it has a coherently evolving plot, it has logical reasoning, it parodies traditional assumptions. Not true എന്ന് ചോദിക്കുമ്പോൾ എന്താ വരിക? റിയലിസ്റ്റിക് സെറ്റിംഗ്സ് അല്ല, അതിന് കൊഹിറന്റ് പ്ലോട്ടും ഇല്ല, പാരഡീസ് ട്രഡീഷണൽ അസംഷൻസ് ഇല്ല, ലോജിക്കൽ റീസണിങ് ഇല്ല, ഇറ്റ് പാരഡീസ് ട്രഡീഷണൽ അസംഷൻസ് കറക്റ്റ് ആണ്. സോ ABC ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അതിന് റിയലിസ്റ്റിക് സെറ്റിങ്ങോ കൊഹിറന്റ് പ്ലോട്ടോ ഒന്നുമില്ല, അതുകൊണ്ടാണ് അതിനെ അബ്സർഡ് ഡ്രാമ എന്ന് പറയുന്നത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, കൊട്ടേഷനും ഓർഡറും ആണ്. No poet, no artist of any art has his complete meaning alone. His significance, his appreciation is the appreciation of his relation to the dead poets and artists. The philosopher, therefore, and the historian are they which would win the goal, the one by precept, the other by example, but both, not having both, do both halt. Nothing can please many and please long, but just representations of general nature. The future of poetry is immense, because in poetry, where it is worthy of its high destinies, our race, as time goes on, will find an ever surer and surer stay. Option 4 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. A T.S. എലിയട്ടിന്റെ ആണ്, B ഫിലിപ്പ് സിഡ്നിയുടെ ആണ്, C ഡോക്ടർ ജോൺസന്റെ ആണ്, and D is Shelley. Okay, so this is also again നമുക്ക് അറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഡെഡ് പോയറ്റ്സ് ആൻഡ് ആർട്ടിസ്റ്റിന്റെ കൊട്ടേഷൻ ഒക്കെ കുറച്ച് ഫേമസ് ആണ്. T.S. എലിയട്ടിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ റീഡിംഗ് ഹാബിറ്റും കൂടെ നോക്കിയിരിക്കും. ഓക്കെ, 44. Matthew Arnold in his Culture and Anarchy suggests dash. Culture as the classical idea of human perfection, culture as the smattering of Greek and Latin, culture as touchstone to test the value of other things, culture as modern human achievement. Answer വേറൊന്നുമല്ല, culture as the classical ideal of human perfection. Okay. Then question number 45. The president of the immortals had his sport with Tess marks the end of which of the following works? James Joyce's The Portrait of the Artist as a Young Man, Thomas Hardy's Tess of the D'Urbervilles, Leo Tolstoy's War and Peace, Jane Austen's Persuasion. Tess എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. തോമസ് ഹാർഡിയുടെ ടെസ് ഓഫ് ദ ഡ്യൂബർവിൽസ്. Sports of time is a term that is associated with James Joyce, P.B. Shelley, William Blake, William Wordsworth. Sports of time എന്ന് പറയുന്നത് spatial science ആണ്, which marks the temporal flow of past consciousness to memory. Okay, which marks the temporal flow of past conscious to memory. അതിനെയാണ് sports of time എന്ന് പറയുന്നത്, and it is associated with William Wordsworth. Okay, William Wordsworth, Sports of Time. Next, pick the odd one out. Adonai, In Memoriam, in memory of W.B. Yeats, on first looking into Chapman's Homer. On first looking into Chapman's Homer ഒരു സോണറ്റ് ആണ്, ബാക്കി എല്ലാം എലജീസ് ആണ്. Okay, so on first looking into Chapman's Homer is the right answer. Which of the following statement is or are true about P.B. Shelley's defense of poetry? Statement 1. It defends imaginative literature and associates poetry with social freedom and love. Statement 2. It holds that the literary imagination is essentially moral and upholds the value of erotic writing.
ഇതിലെ രണ്ട് കാര്യങ്ങളും ശരിയാണ്. ബോത്ത് 1 and 2 are true. Defense imaginative literature and associates poetry with social freedom and loveും കറക്റ്റ് ആണ്. ലിറ്റററി ഇമാജിനേഷൻ എസെൻഷ്യലി മോറൽ ആണ് എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, I mean dash, that is when a man is capable of being in uncertainties, mysteries, doubts without any irritable reaching after fact and reason. I mean എന്താണ്? നെഗറ്റീവ് കേപ്പബിലിറ്റി. നെഗറ്റീവ് കേപ്പബിലിറ്റി. ഓക്കെ, നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നാണ് പറയുന്നത് വെൻ എ മാൻ ഇസ് കേപ്പബിൾ ഓഫ് ബീങ് ഇൻ അൺസർട്ടനിറ്റീസ്. അതായത് പിന്നെ ഒരു പെർസ്യൂ എ വിഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി ഈവൻ വെൻ ഇറ്റ് ലീഡ്സ് ദം ടു ഡൗട്ട്സ് ഓർ അൺസർട്ടനിറ്റി. അതൊരു ഗ്രേറ്റ് പോയിറ്റിന്റെ കഴിവാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് നെഗറ്റീവ് കേപ്പബിലിറ്റി. ഓക്കെ, ദെൻ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്തതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടി നമ്മൾ വിശ്വസിക്കും. ഫോർ എക്സാമ്പിൾ സിനിമയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം അതൊന്നും സംഭവിക്കില്ല എന്ന്, പക്ഷെ ഫോർ എ മൊമെന്റ് വി ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ ടു ഹാപ്പൻ. സോ ഇറ്റ് ഇസ് എ മൊമെന്റ് ഓഫ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അതിനെയാണ് അങ്ങനെ പറയുന്നത്. ദെൻ ഹെട്രോട്രോപ്പിയ എന്ന് പറയുന്നത് മിഷേൽ ഫൂക്കോന്റെ ഒരു ടേം ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് എലാബറേറ്റഡ് ബൈ മിഷേൽ ഫൂക്കോ ആൻഡ് ഡിസ്ക്രൈബ്സ് certain cultural, institutional and discursive spaces. ഡിസ്കേഴ്സീവ് ആയിട്ടുള്ള കൾച്ചറൽ സ്പേസസിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം യൂസ് ചെയ്ത വാക്കാണ് ഹെട്രോട്രോപ്പിയ. ഗാർഡൻ ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ. ഓക്കെ, റൈറ്റ്. Then last question, which of the following is not true about Shakespeare's major tragic characters? They hail from higher class and are shown in their private affairs. They develop throughout the play. They come to a realization by the end of the play. They make compromises and reconciliations by the end of the play. ശരിക്കും പറഞ്ഞാൽ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ ഹെയിൽ ഫ്രം ഹയർ ക്ലാസ് കറക്റ്റ് ആണ്. ഡെവലപ്പ് ത്രൂ ഔട്ട് ദ പ്ലേ കറക്റ്റ് ആണ്. റിയലൈസേഷനും കറക്റ്റ് ആണ്. മേക്ക് കോംപ്രമൈസസ് ആൻഡ് റീകൺസിലിയേഷൻസ് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓക്കെ. സോ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ലിറ്ററേച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ലിറ്ററേച്ചർ നന്നായിട്ട് പഠിച്ച് വെക്കുക, റൈറ്റേഴ്സിനെ പറ്റിയിട്ടൊന്ന് നോക്കി വെക്കുക, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ വോണ്ട് ടു ഷെയർ ആൻ ഇൻഫർമേഷൻ അബൌട്ട് UG+ വിത്ത് യു. അപ്പോൾ യെസ്, ഓക്കെ. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പ്രെപ്വൈസിന്റെ വെബ്സൈറ്റ് ആണ്, prepwise.in. അപ്പോൾ നിങ്ങൾക്കറിയാം Prepwise UG+ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 പിന്നെ CUET അല്ലെങ്കിൽ PG കോച്ചിങ് ഇനീഷ്യേറ്റീവ് ആണ്. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് എടുക്കാവുന്നതാണ്. ആൻഡ് അതിൽ UG+ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ UG+ ക്ലിക്ക് ചെയ്യാം. ആൻഡ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പേജ് ഉണ്ടാവും. സോ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഈ CUET PGയുടെ അണ്ടറിൽ തന്നെ 18 കോഴ്സസ് ഉണ്ട്. പിന്നെ IIT JAMന്റെ കീഴിൽ 5 കോഴ്സസ് ഉണ്ട്. പിന്നെ KMAT, CMAT, അതുപോലെ തന്നെ ടെസ്റ്റ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇതിനെ പറ്റിയിട്ടുള്ള വേർഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ സ്പ്രെഡ് ചെയ്യുക ആൻഡ് എല്ലാവരെയും അറിയിക്കുക. Prepwise UG+നെ പറ്റിയിട്ടൊരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കുക. ആൻഡ് നിങ്ങൾക്കും എന്തെങ്കിലും ഫ്യൂച്ചറിൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ Prepwise UG+ന്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, ഓർ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, so do share our channel and like and subscribe our channel Prepwise UG+. I hope you had a fruitful session, and I'll meet you again in another session. Till then, thank you and have a great day.